നമസ്കാരം. കൃഷിദർശൻ പരിപാടിയിലേക്ക് സ്വാഗതം. നമുക്ക് വേണ്ട മത്സ്യത്തിൽ ഭൂരിഭാഗവും കടലിൽ നിന്നും കായലിൽ നിന്നും പുഴയിൽ നിന്നുമാണ് നമുക്ക് ലഭിക്കുന്നത്. പരമ്പരാഗതമായ ഈ രീതിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായി നമ്മുടെ സംസ്ഥാന മത്സ്യമായ കരിമീൻ കൂടുകൾക്കുള്ളിൽ വളരെ ലാഭകരമായി വളർത്തുകയാണ് ശ്രീ സ്റ്റീഫൻ സിറിൽ. അദ്ദേഹത്തിൻ്റെ ഈ സംരംഭത്തെക്കുറിച്ചാണ് ഇന്നത്തെ കൃഷിദർശനിൽ ആദ്യം. മത്സ്യകൃഷിയിൽ പുത്തൻ ഉണർവ് പകരുന്നതാണ് കൂട്ടിനുള്ളിലെ മീൻ വളർത്തൽ. കുറഞ്ഞ വ്യാപ്തിയിൽ ഉയർന്ന സാന്ദ്രത എന്നതാണ് കൂട് കൃഷിയുടെ പ്രത്യേകത. ഒഴുക്കുള്ള സ്ഥലത്ത് ലവണജലത്തിലോ കുറഞ്ഞ ലവണജലത്തിലോ ശുദ്ധജലത്തിലോ കൂട് കൃഷി ചെയ്യാം. കൂട്ടിനുള്ളിലെ മീൻ വളർത്തൽ വളരെ ലാഭകരമായി നടത്തുന്ന നിരവധി കർഷകരുണ്ട്. അവരിൽ ഒരാളാണ് കൊല്ലം ചവറ തെക്കും ഭാഗത്തെ സ്റ്റീഫൻ സിറിൽ. ചീനവല ഉപയോഗിച്ച് മത്സ്യകൃഷി ചെയ്തു വരുന്ന സ്റ്റീഫൻ കൂട് കൃഷിയിലേക്ക് വന്നിട്ട് 3 വർഷമേ ആയിട്ടുള്ളൂ. കുറഞ്ഞ കാലം കൊണ്ട് കൂട്ടിലെ മത്സ്യകൃഷിയിലൂടെ വലിയ ലാഭം നേടാൻ സ്റ്റീഫനായി. കൂട്ടിലെ മീൻ വളർത്തലിനെ പറ്റി കേട്ടറിഞ്ഞ സ്റ്റീഫൻ വിവിധ പരിശീലന ക്ലാസുകൾ വഴി ഈ കൃഷിയെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കി. തുടർന്ന് കൊല്ലത്തെ ഫിഷറീസ് ഓഫീസിൽ നിന്നും സബ്സിഡിയോടെ 5 കൂടുകളും 1000 മീൻ കുഞ്ഞുങ്ങളും ലഭിച്ചു. 1 മീറ്റർ വീതി, 1 മീറ്റർ നീളം, 1 മീറ്റർ ഇറക്കം എന്നതാണ് കൂടുകളുടെ അളവ്. അത്തരം കൂടുകൾ മുളയിലായിരുന്നു നിർമ്മിച്ചിരുന്നത്. എന്നാൽ അത്തരം കൂടുകൾ ലാഭകരമല്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് സ്റ്റീഫൻ പുതിയ കൂടിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങിയത്. അങ്ങനെയാണ് PVC പൈപ്പ് കൊണ്ട് സ്റ്റീഫൻ കൂട് നിർമ്മിച്ചത്. മുളക്കൂട് പെട്ടെന്ന് ചീത്തയാകുമെങ്കിൽ PVC കൂട് വളരെ വർഷങ്ങൾ നിൽക്കും. PVC പൈപ്പുകൾ ചേർത്ത് വെച്ച് പ്രത്യേക രീതിയിലാണ് PVC കൂടുണ്ടാക്കുന്നത്. ഒഴുകി നടക്കാൻ ഏറെ സാധ്യതയുള്ള ഭാരക്കുറവുള്ള PVC പൈപ്പുകളിൽ T-elbow ചേർത്ത് പശ വെച്ച് ഒട്ടിക്കും. അതിനാൽ പൈപ്പിനുള്ളിൽ തനിയെ വെള്ളം നിറഞ്ഞ് കൂട് സുരക്ഷിതമാക്കാൻ സഹായിക്കും. കൂട് വെള്ളത്തിൽ നിന്നും ഉയർത്തുമ്പോൾ വെള്ളം തനിയെ വാർന്നു പോകുകയും ചെയ്യും. സമചതുരത്തിലുള്ള ഈ കൂടിനെ പൊതിയുന്നത് ഇരട്ട വലകൾ കൊണ്ടാണ്. 30 മില്ലിമീറ്റർ പുറം വലയും 12 മില്ലിമീറ്റർ അകം വലയും. 1.5-1.5 മീറ്ററിലുള്ള കൂടുകളാണ് സ്റ്റീഫൻ ഒരുക്കുന്നത്. കൂടുകളിലാണ് ഇപ്പോൾ കരിമീൻ വളർത്തുന്നത്. ഒരു കൂട്ടിൽ 200 കുഞ്ഞുങ്ങളെ വളർത്തുന്നു. 6 മാസത്തിലൊരിക്കൽ കുഞ്ഞുങ്ങളെ തരംതിരിച്ചു മാറ്റും. കൂട്ടിലെ മീൻ കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടിയാൽ മീൻ വളർത്തൽ ലാഭകരമാവില്ല. എനിക്കിപ്പോൾ 40 കൂടുകളാണ് ഉള്ളത്, കരിമീൻ കൂടുകൾ. അതിൽ ഒരേ കൂടുകൾ 200 കരിമീൻ കുഞ്ഞുങ്ങളാണ് ഉള്ളത്. അതിൻ്റെ വിളവെടുപ്പെന്ന് പറയുന്നത് 6 മാസം കഴിയുമ്പോൾ 200 ഗ്രാം 300 ഗ്രാം ആകും. അതിന് ശേഷം വീണ്ടും കൊടുത്തിന് അടുത്ത കുഞ്ഞുങ്ങളെ വീണ്ടും കൂടുകളിൽ ഇറക്കും. കൂട്ടിനുള്ളിലെ മീൻ വളർത്തലിൽ തീറ്റയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. യഥാസമയം നിശ്ചിത അളവിൽ കൃത്രിമ തീറ്റകൾ നൽകണം. സ്വന്തമായി ഉണ്ടാക്കിയെടുത്ത ആഹാരക്രമമാണ് മീനുകൾക്ക് സ്റ്റീഫൻ നൽകുന്നത്. 3 രീതിയിലുള്ള തീറ്റകൾ തയ്യാറാക്കുന്നുണ്ട്. കപ്പലണ്ടി പിണ്ണാക്ക്, ആട്ടമാവ്, ബ്രെഡ് പൊടി, അരിപ്പൊടി, കൊഞ്ചുപൊടി എന്നിവ സമം കുഴച്ച് അല്പം മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നു. ഒന്നാമത്തെ രീതിയിൽ ഈ മിശ്രിതം പുട്ടുണ്ടാക്കുന്ന രീതിയിൽ പുഴുങ്ങിയെടുക്കുന്നു.
പുഴുങ്ങിയ ഈ തീറ്റ ഉരുളകളാക്കി മീനുകൾക്ക് നൽകുന്നു. മീൻ കൊത്തുമ്പോൾ ചിതറാതിരിക്കാനാണ് ഉരുളകളാക്കുന്നത്. കപ്പലണ്ടി പിണ്ണാക്ക്, ആട്ടമാവ്, ബ്രെഡ് പൊടി, അരിപ്പൊടി, കൊഞ്ചുപൊടി, മഞ്ഞൾപ്പൊടി എന്നിവ കുഴച്ചുണ്ടാക്കിയ മിശ്രിതത്തോടൊപ്പം വിറ്റാമിൻ പൊടി കൂടി ചേർത്ത് വെയിലത്തുണക്കി തീറ്റയായി കൊടുക്കുന്നതാണ് രണ്ടാമത്തെ രീതി. കപ്പലണ്ടി പിണ്ണാക്ക്, ആട്ടമാവ്, ബ്രെഡ് പൊടി, അരിപ്പൊടി, കൊഞ്ചുപൊടി, മഞ്ഞൾപ്പൊടി എന്നിവ കുഴച്ചുണ്ടാക്കിയ മിശ്രിതം സേവനാഴിയിലൂടെ അരിച്ചിറക്കി ഇടിയപ്പം രൂപത്തിൽ ഉണക്കി പൊടിച്ചും തീറ്റയായി നൽകും. സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഈ ആഹാര രീതി വിജയകരമെന്നാണ് സ്റ്റീഫൻ കരുതുന്നത്. ഈ മത്സ്യങ്ങൾക്ക് കൈത്തീറ്റ നൽകാറുണ്ട്. ഈ കൈത്തീറ്റ നൽകുന്നത് പിണ്ണാക്ക്, തവിട് തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിച്ചാണ് കൈത്തീറ്റ നൽകുന്നത്. മത്സ്യത്തിൻ്റെ പൊടി, അതുപോലെ തന്നെ തെള്ളിച്ചെമ്മീൻ ഇവയെല്ലാം ചേർത്താണ് ഫീഡ് നിർമ്മിക്കുന്നത്. ഇങ്ങനെ ഫീഡ് നിർമ്മിക്കുന്നതുകൊണ്ട് മത്സ്യങ്ങൾ നല്ല രീതിയിൽ തീറ്റ എടുക്കുകയും 2 കിലോ തീറ്റ കൊടുക്കുമ്പോൾ 1 കിലോ മത്സ്യം ഉൽപ്പാദിപ്പിക്കപ്പെടും. കരിമീൻ കൃഷിയിൽ ഭാര്യയും മക്കളും സ്റ്റീഫനെ സഹായിക്കുന്നുണ്ട്. കരിമീനിനെ തേടി ആവശ്യക്കാർ ഇവിടേക്ക് നേരിട്ടെത്തുകയാണ് പതിവ്. അതിനാൽ നല്ല വിലയും ലഭിക്കുന്നു. എനിക്ക് 40 കരിമീൻ കൂടുകളുമുണ്ട്. അതിൻ്റെ കൂടെ ചീനവലയും ഉണ്ട്. അത് സർക്കാരിൻ്റെ ലൈസൻസ് ഉള്ള ചീനവലയാണ്. അതിൽ നിന്നും ഉപയോഗിക്കുകയാണ്. അതിൽ രാവിലെ തീറ്റ കൊടുക്കുന്നത് രാവിലെ 8 മണിക്കും വൈകിട്ട് 5 മണിക്കുമാണ് തീറ്റ. ഇതിൻ്റെ വർഷത്തിൽ 2 വിളവെടുപ്പാണ്. 6 മാസം കൂടുമ്പോഴാണ് വിളവെടുപ്പ്. കരിമീൻ കുഞ്ഞുങ്ങളും PVC കൂടുകളും വിൽക്കുന്നുണ്ട്. അങ്ങനെ വിളവെടുപ്പില്ലാത്ത കാലത്തും നല്ല ലാഭം നേടാൻ സ്റ്റീഫന് സാധിക്കുന്നു. കൃഷിയൊന്നും ചെയ്യാതെ തരിശായിട്ടിരിക്കുന്ന ഭൂമിയിൽ പച്ചക്കറി ഉൽപ്പാദനം ലക്ഷ്യമിട്ടുള്ളതാണ് സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ പച്ചക്കറി കൃഷി വികസന പദ്ധതി. ഈ പദ്ധതി പ്രകാരം കുടപ്പനക്കുന്ന് പഞ്ചായത്തിന് കീഴിൽ വരുന്ന ദൂരദർശൻ കേന്ദ്രത്തിലും പച്ചക്കറി കൃഷി തുടങ്ങുകയുണ്ടായി. ഇതിനെക്കുറിച്ചാണ് അടുത്തതായി കൃഷി ദർശനം. സുരക്ഷിതമായ പച്ചക്കറിക്ക് സ്വന്തമായി അല്പം കൃഷി എന്ന ആശയത്തിന് ഇപ്പോൾ വളരെ പ്രചാരം നേടിയിരിക്കുകയാണ്. അങ്ങനെയാണ് വീട്ടുവളപ്പിലെ പച്ചക്കറി കൃഷിയും മട്ടുപ്പാവിലെ ജൈവ കൃഷിയും ജനകീയമായത്. കൃഷിസ്ഥലം ലഭ്യമല്ലാത്ത നഗരപ്രദേശങ്ങളിലെ നിരവധി കുടുംബങ്ങൾ ഇന്ന് വിജയകരമായി മട്ടുപ്പാവ് കൃഷി ചെയ്യുന്നുണ്ട്. കുറഞ്ഞ ചെലവിൽ ഗുണനിലവാരമുള്ള പച്ചക്കറികൾ ആവശ്യാനുസരണം ലഭിക്കുന്നു എന്നതാണ് മട്ടുപ്പാവ് കൃഷിയുടെ പ്രത്യേകത. വീട്ടിലെ ജൈവ മാലിന്യങ്ങൾ വളമായും കുടുംബാംഗങ്ങളുടെ ഒഴിവു സമയം കൃഷിപ്പണികൾക്കും ഉപയോഗിക്കാൻ കഴിയും എന്ന സവിശേഷതയുമുണ്ട്. രാസവളങ്ങൾ ഒഴിവാക്കുന്നതിനാൽ സുരക്ഷിതമായ പച്ചക്കറികളിലൂടെ കുടുംബത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും കഴിയുന്നു. പച്ചക്കറി ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുവാൻ സംസ്ഥാന കൃഷി വകുപ്പ് പല പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു. അതിലേറ്റവും പ്രധാനമാണ് പച്ചക്കറി കൃഷി വികസന പദ്ധതി. നമുക്ക് ആവശ്യമുള്ള പച്ചക്കറി നമ്മൾ ഓരോരുത്തരുടെയും വീട്ടിൽ അവരവർ തന്നെ കൃഷി ചെയ്ത് എടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് കഴിഞ്ഞ വർഷം സമഗ്ര പച്ചക്കറി കൃഷി വികസന പദ്ധതി ആരംഭിച്ചത്. അത് ഏതാണ്ട് ഒരു പരിധിവരെ വിജയമായി എന്നാണ്
കണക്കുകൾ സൂചിപ്പിക്കുകയും ഞങ്ങൾക്ക് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അതിൻ്റെ തുടർ പരിപാടി എന്നുള്ള നിലയിലാണ് ഈ വർഷവും സമഗ്ര പച്ചക്കറി കൃഷി വികസന പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. അതേതാണ്ട് സ്കൂൾ പച്ചക്കറി എല്ലാ സ്കൂളുകളിലും സംസ്ഥാനത്തെ മുഴുവൻ സ്കൂളിലെ കുട്ടികൾക്ക് ഏതാണ്ട് 50 ലക്ഷത്തോളം പച്ചക്കറി കിറ്റുകൾ അവരവരുടെ കുട്ടികളുടെ കയ്യിൽ എത്തിച്ച് കുട്ടികൾക്ക് ബോധവൽക്കരണം നൽകി കുട്ടികൾ വഴിയും സ്കൂളിലെ ടീച്ചേഴ്സ് വഴിയും അതോടൊപ്പം തന്നെ PTA മാതാപിതാക്കൾ വഴിയും അവർക്കൊക്കെ ബോധവൽക്കരണം നൽകിക്കൊണ്ട് ഓരോരുത്തരുടെയും വീട്ടിൽ പച്ചക്കറി കൃഷി ചെയ്ത് പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് സ്കൂൾ പച്ചക്കറി കിറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതുകൂടാതെ ഏതാണ്ട് 2500 സ്കൂളുകളിൽ സ്കൂൾ പച്ചക്കറി തോട്ടം ആരംഭിച്ചിരിക്കുകയാണ്. അങ്ങനെ സ്കൂൾ കുട്ടികൾക്കും അതുപോലെ തന്നെ സ്കൂളിൽ കാണാൻ വരുന്ന ആൾക്കാർക്കൊക്കെ ഒരു ബോധവൽക്കരണം കൊടുക്കത്തക്ക രീതിയിൽ പ്രദർശന തോട്ടം അതും നമ്മൾ ഈ വർഷം ആരംഭിച്ചിരിക്കുകയാണ്. ഇതുകൂടാതെ ടെറസിൽ പച്ചക്കറി കൃഷി, പ്രത്യേകിച്ച് അർബൻ മേഖലകളിൽ അല്ലെങ്കിൽ മണ്ണ് കിട്ടാനായിട്ട് സാധ്യതയില്ലാത്ത പ്രദേശങ്ങളിൽ പച്ചക്കറി കൃഷി, ഗ്രോ ബാഗുകളിൽ പച്ചക്കറി കൃഷി ചെയ്ത് പച്ചക്കറി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്ന പരിപാടിയും ഈ വർഷം നമ്മൾ ആരംഭിക്കുകയാണ്. ഈ വാണിജ്യാടിസ്ഥാന പച്ചക്കറി വളരെ കൂടുതൽ വ്യാപിപ്പിക്കുന്നതോടുകൂടി നമുക്ക് ആവശ്യമുള്ള പച്ചക്കറി ഏതാണ്ട് നല്ല ശതമാനം വരെ, ഒരു 30-35% വരെ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വിവിധ സ്ഥാപനങ്ങളിൽ വെറുതെ കിടക്കുന്ന സ്ഥലങ്ങളും മട്ടുപ്പാവുകളും പരമാവധി പ്രയോജനപ്പെടുത്തി കൃഷി ചെയ്യുക എന്നതാണ് ഈ പദ്ധതിയിൽ പ്രധാനം. 2013-14 പച്ചക്കറി വികസന പദ്ധതിയുടെ ഭാഗമായി കുടപ്പനക്കുന്ന് കൃഷിഭവന്റെ പരിധിയിൽ വരുന്ന ദൂരദർശൻ കേന്ദ്രത്തിൽ പച്ചക്കറി കൃഷിക്ക് തുടക്കം കുറിക്കുകയുണ്ടായി. പച്ചക്കറി കൃഷിയുടെ നടീൽ ഉദ്ഘാടനം കൃഷിവകുപ്പ് മന്ത്രി KP മോഹനൻ നിർവഹിച്ചു. ദൂരദർശനെ കുറിച്ചൊരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. കാരണം കാർഷിക രംഗത്തുണ്ടായ കഴിഞ്ഞ കാലങ്ങളിലെ മുന്നേറ്റത്തിന് പ്രധാന പങ്ക് വഹിച്ച സന്ദേശത്തിൻ്റെ ഉടമകളാണ് ദൂരദർശൻ. കൃഷിദർശനിലൂടെയും അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ തന്നെ തുറന്നു കാണിച്ചുകൊണ്ട് കാർഷിക മേഖലയെ സമ്പന്നമാക്കിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനിയും തുടർന്നു കൊണ്ടുപോകണം എന്നതാണ് എനിക്ക് ഒരു അഭ്യർത്ഥനയായിട്ട് മുന്നോട്ട് വെക്കാനുള്ളത്. കാരണം നല്ല രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് അതിൻ്റെ സത്ത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ദൂരദർശൻ സാധിച്ചിട്ടുണ്ട്. അത് പരമാവധി തുറന്നുകൊണ്ട് മുന്നോട്ട് പോകണം. നമുക്ക് എവിടെയും പച്ചക്കറി കൃഷി ചെയ്യാം എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ് ഇപ്പോഴത്തെ ഗ്രോ ബാഗിൽ പച്ചക്കറി കൃഷി, മട്ടുപ്പാവിലൊക്കെ തന്നെ ടെറസ് ഒക്കെ തന്നെ നടത്തുകയാണ്. ഇപ്പം പുതുതായിട്ട് മണ്ണില്ലാത്ത കൃഷിയും കൂടി വന്നിരിക്കുകയാണ്. സോയിൽലെസ് കൾട്ടിവേഷൻ എന്ന പേരിൽ നമ്മൾ തൂങ്ങിക്കിടക്കുന്ന തൊണ്ടുകളിലും അതുപോലെ തന്നെ ചകരികളിലൊക്കെ തന്നെ കൃഷി ചെയ്യാനുള്ള പുതിയ തരം പദ്ധതിക്ക് കൂടി രൂപം കൊടുത്തുകൊണ്ടാണ് കൃഷി വകുപ്പ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ സമഗ്ര പച്ചക്കറി വികസനത്തിൻ്റെ ഭാഗമായിട്ട് വിദ്യാലയങ്ങളിൽ പച്ചക്കറിത്തോട്ടവും വിദ്യാർത്ഥികളുടെ കൈകളിൽ പച്ചക്കറി വിത്ത് കൊടുത്ത് ഒരു സന്ദേശമായിട്ട് കഴിഞ്ഞ വർഷം ഞങ്ങൾ തുടങ്ങിയ പദ്ധതി എല്ലാ വിദ്യാലയങ്ങളിലും പച്ചക്കറിത്തോട്ടം ഉണ്ടാവും. വിദ്യാർത്ഥികളുടെ വീടുകളിൽ അവർ കൊണ്ടുപോയ 5 തരം വിത്തുകൾ പാകി മുളപ്പിച്ച് അതിൽ നിന്ന് കിട്ടുന്ന പച്ചക്കറി ഉപയോഗിക്കാൻ കുട്ടികളൊക്കെ തന്നെ തുടങ്ങുകയും കുട്ടികൾ അതിൻ്റെ സന്ദേശവാഹന്മാരായിട്ട് മാറുകയും ചെയ്തപ്പോൾ ഒരുപാട് മുന്നേറ്റമാണ് പച്ചക്കറി കൃഷി രംഗത്ത് ഉണ്ടായിട്ടുള്ളത്. 2014 മാർച്ചോടുകൂടി 100% പച്ചക്കറി കേരളത്തിൻ്റെതായി മാത്രം നമുക്കിവിടെ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള എല്ലാ പദ്ധതികളും തയ്യാറായിട്ടുണ്ട്. ചടങ്ങിൽ K മുരളീധരൻ MLA അധ്യക്ഷനായിരുന്നു. നന്നായിട്ട് നമ്മൾ ജീവിച്ചാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷാംശം ഉണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിനെ ബാധിക്കും. ഇപ്പം തമിഴ്നാടിനെ കുറിച്ചൊക്കെ പറയുന്നത് കാരണം തമിഴ്നാട്ടുകാർ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ ഭക്ഷ്യ സാധനങ്ങൾ കേരളത്തിലേക്ക് അയക്കണം, നമുക്ക് ഡിമാൻഡ് കൂടുതലാണ്. അപ്പോൾ അവർ 2 തരം കൃഷി ചെയ്യുമെന്നാണ് പറയും. ഒന്ന് ജൈവ കൃഷി, അത് അവർക്കുള്ളതാണ്. പിന്നെ വിഷാംശം കലർന്ന മരുന്ന് സ്പ്രേ ചെയ്തിട്ടുള്ള കൃഷി അത് നമുക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ വളരെ വൈകിയാണെങ്കിലും നമുക്ക് നമ്മുടെ ആരോഗ്യത്തിനെ കുറിച്ച് വളരെ വൈകിയാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോഴേക്കും കുറേ സമയം വൈകിപ്പോയി. എങ്കിലും ലാസ്റ്റ് ബസ് കടന്നു പോകുന്നതിന് മുമ്പ് ഒരു തിരിച്ചു വരവിന് നമ്മൾ ശ്രമിക്കുകയാണ്. അങ്ങനെ കൃഷി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ വിവിധതരം പ്രോജക്റ്റുകൾ, ടെറസിലെ പച്ചക്കറി കൃഷി, അതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിച്ച പോലെ
മറ്റ് കൃഷികൾക്ക് കുട്ടികൾക്കൊക്കെ വിത്തുകൾ വിതരണം ചെയ്തു. കുട്ടികളെ പഠിപ്പിക്കുക മാത്രമല്ല, ഈ കൃഷിയുടെ പ്രാധാന്യം പുതിയ തലമുറയെ കൃഷിയിലേക്ക് ആകർഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രം ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ പ്രോഗ്രാം ടി ചാമ്യാർ, ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ എഞ്ചിനീയറിംഗ് രാജു വർഗീസ്, കൃഷിവകുപ്പ് അഡീഷണൽ ഡയറക്ടർ എൻ വിജയൻ, തിരുവനന്തപുരം പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ AM സുനിൽകുമാർ, ദൂരദർശൻ കേന്ദ്രം, കൃഷിഭവൻ എന്നിവിടങ്ങളിലെ അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. ജീവനക്കാർക്ക് വിവിധ ഇനം വിത്തുകൾ അടങ്ങിയ കിറ്റും സുരക്ഷിത പച്ചക്കറി കൃഷിയെക്കുറിച്ചുള്ള ലഘുലേഖയും ചടങ്ങിൽ വിതരണം ചെയ്തു. കുടപ്പനക്കുന്ന് കാർഷിക കർമ്മസേനയുടെ സേവനം വിനിയോഗിച്ചുകൊണ്ടാണ് ഇവിടെ പച്ചക്കറിത്തോട്ടം തയ്യാറാക്കിയിരിക്കുന്നത്. പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് കൃഷിവകുപ്പ് ഇന്ന് നടത്തുന്ന പദ്ധതി പ്രവർത്തനങ്ങൾക്ക് കൂടെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് കുടപ്പനക്കുന്ന് കൃഷിഭവൻ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പച്ചക്കറി കൃഷിയുടെ വിവിധ മേഖലകളിൽ മുഴുവൻ ജനവിഭാഗത്തെയും കൃഷിയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി സ്ഥാപനങ്ങളുടെ കൈവശമുള്ള തരിച്ചു കിടക്കുന്ന സ്ഥലങ്ങളും നല്ല സൂര്യപ്രകാശം കിട്ടുന്ന പച്ചക്കറിക്ക് ഏറ്റവും അനുയോജ്യമായ ടെറസുകളും കൃഷിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് ഈ പ്രദേശത്ത് മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങൾക്കും അതുപോലെ കേരളത്തിന് തന്നെയും ഒരു മാതൃകയായിക്കൊണ്ട് ഇവിടെ ഏറ്റവും പച്ചക്കറി കൃഷിക്ക് അനുയോജ്യമായ ടെറസുകളിൽ ഗ്രോ ബാഗുകളിൽ ശാസ്ത്രീയമായി തയ്യാറാക്കിയ പോട്ടിംഗ് മിശ്രിതം നിറച്ച് അതിൽ വിവിധ ഇനം പച്ചക്കറികൾ, ചീര, വെള്ളരി, പാവൽ, പടവലം, അതുപോലെ ക്യാബേജ്, കോളിഫ്ലവർ ഉൾപ്പെടെയുള്ള ശീതകാല വിളകൾ, കത്തിരി, വഴുതന, തക്കാളി, മുളക്, ഇത്തരത്തിൽ എല്ലാ പച്ചക്കറികളും നമുക്ക് വീടുകളിൽ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന പച്ചക്കറികളെല്ലാം തന്നെ കൃഷി ചെയ്യുക എന്നുള്ളതാണ്. അതിവിടുത്തെ ഉദ്യോഗസ്ഥരുടെ ഒരു പങ്കാളിത്തത്തോടു കൂടി ചെയ്യുമ്പോൾ ഇത് മാധ്യമം എന്നുള്ള നിലയിലും കേരളത്തിന് മാതൃകയാകും എന്നുള്ളതാണ് പ്രതീക്ഷ. അതോടൊപ്പം ഇവിടെയുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരും അവരവരുടെ ജീവിതത്തിൽ കൃഷി ഒരു ഭാഗമാക്കിക്കൊണ്ട് ഇത് സ്വന്തം വീടുകളിലും പ്രാവർത്തികമാക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇതിനു വേണ്ടിയിട്ട് 500 രൂപ മുടക്കുകയാണെങ്കിൽ ഏകദേശം 2000 രൂപ വില വരുന്ന 25 ഗ്രോ ബാഗുകളിൽ ഓരോ വ്യക്തികൾക്കും സ്വന്തം വീടുകളിലും പച്ചക്കറി കൃഷി ചെയ്യാവുന്നതാണ്. അതിനുള്ള സർക്കാർ ആനുകൂല്യവും ലഭ്യമാണ്. കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന സമഗ്ര പച്ചക്കറി കൃഷി വികസന പദ്ധതിയുടെ 2ാം വർഷത്ത് നമ്മുടെ ഈ പ്രോജക്റ്റ് അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ദൂരദർശനിൽ ചെയ്യുന്നത്. ഇത് ഏതാണ്ട് നമ്മൾ ഗ്രോ ബാഗായിട്ട് വളരെ കൊടുത്തിട്ടുണ്ട്. ടെറസിൽ പച്ചക്കറി കൃഷി ചെയ്യുക, പിന്നെ ഓപ്പൺ ഏരിയയിൽ പച്ചക്കറി കൃഷി ചെയ്യുക എന്നുള്ള പദ്ധതിയാണ്. ഇത് നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം പ്രോജക്റ്റ് അടിസ്ഥാനത്തിൽ വളരെയധികം പദ്ധതികൾ നടപ്പിലാക്കും. ഇപ്പം സായി ഗ്രാമത്തിൽ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം നമ്മുടെ ജില്ലാ ജയിലിൽ, ജില്ലാ കോടതിയിൽ, പിന്നെ നമ്മുടെ രാജകൊട്ടാരത്തിൽ വരെയുള്ള സ്ഥലങ്ങൾ വരെ നമ്മൾ എടുത്ത് പ്രോജക്റ്റ് അടിസ്ഥാനത്തിൽ പച്ചക്കറി കൃഷി ചെയ്ത് ഒരു വേസ്റ്റിൽ ഒരു തരിശു ഭൂമി ഒന്നുപോലും ഇടാത്ത രീതിയാണ് നമ്മൾ ചെയ്യുന്നത്. ദൂരദർശൻ പരിസരത്തും മട്ടുപ്പാവിലുമായാണ് കൃഷി ചെയ്യുന്നത്. വെണ്ട, വഴുതിന, കത്തിരി, തക്കാളി, മുളക്, വള്ളിപ്പയർ, ക്യാബേജ്, കോളിഫ്ലവർ തുടങ്ങിയ പച്ചക്കറികൾ ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നു. ഇതോടൊപ്പം 400 ഏത്തവാഴയും കൃഷി ചെയ്യുന്നു. ഇതോടുകൂടി ഇന്നത്തെ കൃഷിദർശൻ പൂർണ്ണമാവുകയാണ്. നന്ദി, നമസ്കാരം. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തെങ്ങ് കൃഷി വികസന പദ്ധതിക്ക് കഴക്കൂട്ടത്ത് തുടക്കമായി. സാറ്റലൈറ്റ് ആടുവളർത്തൽ പദ്ധതിക്ക് അപേക്ഷ ക്ഷണിച്ചു. മലപ്പുറം KVKയിൽ സാങ്കേതിക വിദ്യാവാരം. വിശദമായ വാർത്തകളിലേക്ക്. കൃഷിവകുപ്പിന്റെ രാഷ്ട്രീയ കൃഷി വികാസ് യോജനയിൽ ഉൾപ്പെടുത്തി കഴക്കൂട്ടം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ കീഴിൽ വരുന്ന 9 കൃഷിഭവനുകൾ വഴി സമഗ്ര തെങ്ങ് കൃഷി വികസന പദ്ധതി നടപ്പാക്കുന്നു. കീടരോഗബാധയുള്ള ഉൽപാദനം കുറഞ്ഞ തെങ്ങ് കൃഷി മേഖലയ്ക്ക് പ്രാധാന്യം നൽകി 25 ഹെക്ടർ വീതമുള്ള ക്ലസ്റ്ററുകൾ രൂപീകരിച്ച് അതാത് പ്രദേശങ്ങളിലെ തെങ്ങുകൾക്ക് സമഗ്ര ശാസ്ത്രീയ പരിപാലനം നൽകുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം.
ഇത്തരം തെങ്ങുകളെ മുറിച്ചു മാറ്റുന്നതിന് 500 രൂപ വീതം നഷ്ടപരിഹാരം, മുറിച്ചുമാറ്റിയ തെങ്ങുകൾക്ക് പകരം ഒരു തൈക്ക് 20 രൂപ സബ്സിഡിയോട് കൂടിയ തൈ വിതരണം, ശാസ്ത്രീയ വളപ്രയോഗത്തിനും കീടരോഗ നിയന്ത്രണത്തിനും ഒരു തെങ്ങിന് 20 രൂപ നിരക്കിൽ ആനുകൂല്യം, വിള പരിപാലന മുറകൾ അവലംബിക്കുന്നതിന് ഒരു തെങ്ങിന് 30 രൂപ ആനുകൂല്യം എന്നിവ കേര കർഷകർക്ക് ലഭിക്കും. 1 ഹെക്ടറിന് 17,500 രൂപ വീതമാണ് പദ്ധതിയിലൂടെ ഈ വർഷം ആനുകൂല്യം ലഭിക്കുക. കേരള സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് നടപ്പിലാക്കുന്ന സാറ്റലൈറ്റ് ആടുവളർത്തൽ പദ്ധതി പ്രകാരം കുന്നത്തൂർ പഞ്ചായത്തിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. 50,000 രൂപ ചെലവുള്ള പദ്ധതിക്ക് 20,000 രൂപ സബ്സിഡി അനുവദിക്കും. പട്ടികജാതി കർഷകർ ബന്ധപ്പെട്ട രേഖകൾ സഹിതം ഈ മാസം 27-ാം തീയതി ഉച്ചയ്ക്ക് 3 മണിക്ക് മുമ്പായി മൃഗാശുപത്രിയിൽ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിന്റെ കോട്ടയത്തുള്ള ഫാമിലെ ജോലികൾക്കായി താൽക്കാലിക അടിസ്ഥാനത്തിൽ തൊഴിലാളികളെ തിരഞ്ഞെടുക്കുന്നു. അപേക്ഷകർക്ക് 2013 ഡിസംബർ 1-ാം തീയതി 35 വയസ്സ് കവിയാൻ പാടില്ല. കൂടാതെ തോട്ടങ്ങളിലെ ജോലികളിൽ മുൻപരിചയവും നല്ല ആരോഗ്യവും സാമാന്യ വിദ്യാഭ്യാസവും ഉണ്ടായിരിക്കണം. അപേക്ഷാ ഫോറം ഗവേഷണ കേന്ദ്രത്തിലെ ഫാം ഓഫീസിൽ നിന്ന് ലഭിക്കും. അപേക്ഷയോടൊപ്പം വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ ഹാജരാക്കേണ്ടതാണ്. പ്രായോഗിക പരീക്ഷ, മെഡിക്കൽ ഫിറ്റ്നസ്, ഇന്റർവ്യൂ എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. പൂരിപ്പിച്ച അപേക്ഷകൾ 2013 ഡിസംബർ 31 വൈകിട്ട് 4 മണിക്ക് മുമ്പ് ഫാം ഓഫീസിൽ ലഭിച്ചിരിക്കണം. മലപ്പുറം കൃഷിവിജ്ഞാന കേന്ദ്രവും ആത്മ പ്രോജക്റ്റും ചേർന്ന് 2014 ജനുവരി 4 മുതൽ 9 വരെ തവന്നൂർ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസിൽ വെച്ച് സാങ്കേതിക വിദ്യാവ്യാരം സംഘടിപ്പിക്കുന്നു. ജനുവരി 4 രാവിലെ 10:30 കാർഷിക സർവകലാശാല വൈസ് ചാൻസലറുടെ അധ്യക്ഷതയിൽ പുലരി 2014 ഉദ്ഘാടനവും അഗ്രി ബയോ പാർക്കിന്റെ ശിലാഫലക അനാച്ഛാദനവും ഡോക്ടർ KT ജലീൽ MLA നിർവഹിക്കും. വിവിധ ദിവസങ്ങളിലായി നെൽകൃഷി, മൃഗസംരക്ഷണം, വാഴകൃഷി, പച്ചക്കറി കൃഷി എന്നിവയുടെ വിവിധ വശങ്ങളെ പ്രതിപാദിച്ചുകൊണ്ട് സെമിനാറുകൾ നടത്തും. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിൽ 50 കന്നുകുട്ടികൾക്കായി സൗജന്യ നിരക്കിൽ കാലിത്തീറ്റയും മരുന്നും നൽകുന്ന കന്നുകുട്ടി പരിപാലന പദ്ധതിക്ക് തുടക്കമായി. 4 മുതൽ 9 മാസം വരെ പ്രായമുള്ള കന്നുകുട്ടികളെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 32 മാസം വരെ പകുതി നിരക്കിൽ കാലിത്തീറ്റയും മരുന്നുകളും നൽകും. ഇതിനൊപ്പം പശുക്കുട്ടിക്ക് ഇൻഷുറൻസ് പരിരക്ഷയും ഉറപ്പുവരുത്തും. ഗ്രാമപഞ്ചായത്തും മൃഗസംരക്ഷണ വകുപ്പും സംയുക്തമായി നടത്തുന്ന ഈ പദ്ധതിയുടെ വിശദാംശങ്ങൾ അറിയാൻ എറണാകുളം പിറവന്തൂർ ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെടണമെന്ന് സീനിയർ വെറ്ററിനറി സർജൻ അറിയിച്ചു. വയനാട്ടിലെ കുടിയേറ്റ ഗ്രാമമായ നടവയൽ, ഇവിടുത്തെ കർഷകരുടെ പ്രത്യേക കൂട്ടായ്മ ഇന്ന് ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. കർഷകരുടെ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കുടിയേറ്റ കർഷക കേന്ദ്രമായ നടവയൽ കേന്ദ്രീകരിച്ച് 25ഓളം കർഷകർ ചേർന്നാണ് വയനാട് അഗ്രികൾച്ചർ ആൻഡ് സ്പൈസസ് പ്രൊഡ്യൂസർ കമ്പനി രൂപീകരിച്ചത്. ജില്ലയിലെ തന്നെ വിശാലമായ പാടശേഖരങ്ങളിലൊന്നാണിത്. പനമരം മാത്തൂർ വയലിലെ തരിച്ചിട്ടിരുന്ന 20 ഏക്കറോളം വയലിലാണ് ആദ്യം വിളവിറക്കിയത്. കാലാവസ്ഥാ മാറ്റവും തൊഴിലാളിക്ഷാമവും അംഗീകരിക്കുമ്പോഴും നെൽകൃഷിയുടെ നല്ല പാഠം സമൂഹത്തിനു മുന്നിൽ അവതരിപ്പിക്കുകയാണ് കർഷകരുടെ ഈ കൂട്ടം. നമ്മൾ ഈ കൃഷിയിലേക്ക് വരാൻ തന്നെ കാരണങ്ങൾ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടുണ്ടായിരുന്നത്. ഒന്ന്, ഈ പറയുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകളെ കഴിഞ്ഞൊക്കെ കൂടുതൽ ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നെൽകൃഷി. അതുപോലെ തന്നെ വയനാടിൻ്റെ കാലാവസ്ഥ അനുസരിച്ച് ഇവിടുത്തെ പാടശേഖരങ്ങളാണ് ഏറ്റവും വലിയ ജലസംഭരണി. ആ ജലസംഭരണി വയലിൽ നിന്ന് നെൽകൃഷി മാറുമ്പോൾ അതിന് പകരം കവുങ്ങോ വാഴയോ ഒക്കെ കൃഷി വന്നു കഴിയുമ്പോൾ ഈ വെള്ളം ഒഴുക്കിക്കളയുന്ന ഒരു പ്രക്രിയ ഉണ്ടാകുകയും അത് കൂടുതലായിട്ട് ഇവിടെ ഒരു ജലക്ഷാമം ഉണ്ടാക്കുകയും വയനാട്ടിൽ ചെയ്തു. കഴിഞ്ഞ വേനൽക്കാലത്ത് പുൽപ്പള്ളി, മുള്ളംകൊല്ലി, പൂതാടി, പനമരം പഞ്ചായത്തുകളിലൊക്കെ വലിയ ക്ഷാമമുണ്ടായി. അപ്പം പാടങ്ങൾ പുനർജീവിപ്പിച്ചാൽ മാത്രമേ ഈ ജലക്ഷാമത്തെ നേരിടാൻ പറ്റൂ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ നെൽകൃഷിക്ക് ഏറ്റവും പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രക്രിയയിലേക്ക് വന്നത്. തൊണ്ടി, ചോമാല, അടുക്കൻ, മരത്തൊണ്ടി, ഗന്ധകശാല എന്നീ പരമ്പരാഗത വിത്തിനങ്ങൾ പാരമ്പര്യ രീതിയിൽ തന്നെ ആദ്യം വിളവിറക്കി. യന്ത്രം ഉപയോഗിച്ചുള്ള കൃഷിയും ഇതോടൊപ്പം പരീക്ഷിക്കുന്നു. നെല്ല് മാത്രമല്ല, മറ്റു വയനാടൻ ഭക്ഷ്യവിഭവങ്ങളെല്ലാം ഉൽപ്പാദിപ്പിക്കുകയും വിപണനം നടത്തുകയും കർഷക കൂട്ടത്തിൻ്റെ ലക്ഷ്യമാണ്. MK രാംദാസ്, കൃഷിദർശൻ, വയനാട്. വെറ്ററിനറി സർവകലാശാലയുടെയും മൃഗസംരക്ഷണ വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ വയനാട് ജില്ലയിൽ കുളമ്പ് രോഗ നിയന്ത്രണ പരിപാടി ആരംഭിച്ചു. 700ഓളം കന്നുകാലികൾക്ക് പ്രതിദിനം പ്രതിരോധ കുത്തിവയ്പ് നൽകി വരുന്നു. ഇതോടൊപ്പം സർവകലാശാലയുടെ എന്റർപ്രണർഷിപ്പ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ചികിത്സയും നടത്തിവരുന്നു. കേരളത്തിലെ ജലകൃഷി വികസന ഏജൻസി അഡാക്
തൃശൂർ, മലപ്പുറം ജില്ലകളിലെ കോൾ നിലങ്ങളിൽ നടപ്പാക്കുന്ന സംസ്ഥാനാധിഷ്ഠിത പദ്ധതിയായ ഒരു നെല്ലും ഒരു മീനും പദ്ധതിക്ക് സാമ്പത്തിക സാങ്കേതിക സഹായം ലഭ്യമാക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. കോൾ പാടശേഖര സമിതികൾ, സഹകരണ സംഘങ്ങൾ, പാടശേഖര ഉടമകൾ, കുറഞ്ഞത് 3 വർഷത്തേക്കെങ്കിലും നിലം പാട്ടത്തിനെടുത്ത കർഷകർ എന്നിവർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾ അഡാക്കിന്റെ എറണാകുളം മേഖലാ ഓഫീസിലോ ഇനി പറയുന്ന ഫോൺ നമ്പറിലോ ലഭിക്കും. 0484 2805479. ഇനി കമ്പോള നിലവാരം. റബ്ബർ RSS 4 ക്വിൻ്റലിന് 16,150 രൂപ, RSS 5 15,250 രൂപ, വെളിച്ചെണ്ണ 10,250 രൂപ, കൊപ്ര 7,600 രൂപ, കുരുമുളക് ക്വിൻ്റലിന് 51,900 രൂപ, ജാതിക്ക തൊണ്ടോട് കൂടിയത് കിലോയ്ക്ക് 325 രൂപ, തൊണ്ടില്ലാതെ 640 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് വിപണി കൊച്ചിയിൽ ഗാബിൾഡ് കുരുമുളക് ക്വിൻ്റലിന് 51,900 രൂപ, അൺഗാബിൾഡ് കുരുമുളക് 49,900 രൂപ. കുരുമുളക് വിപണി കൽപ്പറ്റയിൽ ചേട്ടൻ കുരുമുളക് ക്വിൻ്റലിന് 49,500 രൂപ, വയനാടൻ കുരുമുളക് 50,000 രൂപ. കൊപ്ര വിപണി കോഴിക്കോട് ക്വിൻ്റലിന് 7,550 രൂപ, തളിപ്പറമ്പ് 6,700 രൂപ, കാസർഗോഡ് 7,000 രൂപ. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കണ്ണൂരിൽ 11,133 രൂപ, കോട്ടയത്ത് 10,850 രൂപ, ആലപ്പുഴയിൽ 10,100 രൂപ. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 33.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 34.2, 22.4. കൊച്ചി 32.8, 21.8. ആലപ്പുഴ 32.1, 22.5. പുനലൂർ 32, 19. തിരുവനന്തപുരം 32.7, 22.5 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.